ഓഗസ്റ്റ് 29 മുതൽ സെപ്റ്റംബർ 4 വരെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്ന ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ഷോ നമ്മുടെ നിലമ്പൂർ ഷോറൂമിൽ. ബജറ്റിനൊത്ത മികച്ച കളക്ഷൻസ് നിങ്ങളെ കാത്തിരിക്കുന്നു. വരൂ, പണത്തിനൊത്ത മൂല്യത്തിൽ സ്വർണം സ്വന്തമാക്കൂ. രാജ്യം വിപുലമായ പരിപാടികളോടെ 80ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. സ്കൂളുകൾ, കോളേജുകൾ, പ്രാദേശിക ഭരണകൂടങ്ങൾ, വിവിധ ക്ലബ്ബുകൾ, സ്ഥാപനങ്ങൾ തുടങ്ങിയവകളെല്ലാം ദേശീയ പതാക ഉയർത്തി. മധുര വിതരണവും വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ 80ാം പിറന്നാൾ ആഘോഷ പരിപാടികൾ നിലമ്പൂരിൽ കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വിപുലമായി സംഘടിപ്പിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നെഹ്റു സ്ക്വയറിൽ നടത്തിയ ആഘോഷ പരിപാടി ആര്യാടൻ ഷൌക്കത്ത് MLA ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് പാലോളി മെഹബൂബ് അധ്യക്ഷത വഹിച്ചു. നഗരസഭാധ്യക്ഷ പത്മിനി ഗോപിനാഥ്, VA കരീം, A ഗോപിനാഥ്, ഷെറി ജോർജ് എന്നിവർ സംസാരിച്ചു. അർബൻ ബാങ്ക് പരിസരത്ത് ആര്യാടൻ ഷൌക്കത്ത് MLA പതാക ഉയർത്തി. A ഗോപിനാഥ്, പാലോളി മെഹബൂബ് എന്നിവർ സംസാരിച്ചു. മുതുകാട് ജംഗ്ഷനിൽ പാലോളി മെഹബൂബ് പതാക ഉയർത്തി. കൌൺസിലർ റസിയ അല്ലമ്പാടം, കക്കാടൻ റഹീം എന്നിവർ സംസാരിച്ചു. പാടിക്കുന്നിൽ ഇല്ലിക്കൽ അലവിക്കുട്ടി പതാക ഉയർത്തി. പാലോളി മെഹബൂബ് സന്ദേശം നൽകി. കല്ലട സുധീഖ്, മുത്തു പാടിക്കുന്ന് എന്നിവർ സംസാരിച്ചു. നിലമ്പൂർ കളത്തിൽ കടവിലുള്ള ഡോക്ടർ ഉസ്മാൻ മെമ്മോറിയൽ ലൈബ്രറിയിലെ സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി ലൈബ്രറി പ്രസിഡന്റ് M മുജീബ് റഹ്മാൻ പതാക ഉയർത്തി. ലൈബ്രറി സെക്രട്ടറി K അരുൺകുമാർ സന്ദേശം നൽകി. കൌൺസിലർ മുംതാസ് ബാബു, കല്ലായി റഷീദ് എന്നിവർ പ്രസംഗിച്ചു. മധുരപലഹാരങ്ങളുടെ വിതരണം, ഫുട്ബോൾ ലോകകപ്പ് പ്രവചന മത്സര വിജയികൾക്കുള്ള സമ്മാന വിതരണവും എന്നിവയും നടത്തി. കോവിലകത്തുമുറി യുണൈറ്റഡ് ക്ലബ്ബിൽ നഗരസഭാധ്യക്ഷ പത്മിനി ഗോപിനാഥ് പതാക ഉയർത്തി. റിട്ടയർഡ് പ്രഥമാധ്യാപകൻ ഗർവസീസ് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. ലൈബ്രറി വൈസ് പ്രസിഡന്റ് MK ബാലകൃഷ്ണൻ, ഷൺഗീത് കോവിലകത്തുമുറി, ലൈബ്രറിയൻ ജയന്തി സത്യൻ തുടങ്ങിയവർ പങ്കെടുത്തു. ചാലിയാർ സാന്ത്വന പരിചരണ ക്ലിനിക്കിൽ സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി കൂരിമണ്ണിൽ ഷൌക്കത്ത് പതാക ഉയർത്തി. ചടങ്ങ് PT ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു. ജലീൽ കോട്ട, നിഷീദ് അകമ്പാടം തുടങ്ങിയവർ സംസാരിച്ചു. ചാലിയാർ പഞ്ചായത്തിലെ ഭിന്നശേഷി സൗഹൃദ സംരംഭമായ അനുയാത്ര അസിസ്റ്റഡ് ലിവിംഗ് ഹോമിലെ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ ഹാരിസ് ബാബു ചാലിയാർ, നിഷീദ് അകമ്പാടം, വീരാൻകുട്ടി നാലകത്ത്, ജലീൽ കോട്ട തുടങ്ങിയവർ സംസാരിച്ചു. മമ്പാട് ടാണയിലെ ദി സ്പ്രിംഗ്സ് ഇന്റർനാഷണൽ സ്കൂളിൽ വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചത്. മാനേജിംഗ് ഡയറക്ടർ ഷജ്ന സിയ ദേശീയ പതാക ഉയർത്തി. പ്രിൻസിപ്പൽ ചിത്രകല സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. തുടർന്ന് ദേശഭക്തി ഗാനം, ഫാൻസി ഡ്രസ് മത്സരം, പതാക നിർമ്മാണ മത്സരം, ക്വിസ് മത്സരം തുടങ്ങിയ പരിപാടികൾ സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികൾക്ക് പായസ വിതരണവും നടത്തി. മനുഷ്യരെ ജാതീയമായി മതപരമായി ഭിന്നിപ്പിക്കാൻ ഭരണകൂടം തന്നെ ശ്രമിക്കുന്ന ഒരു കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം, നിരവധി കിരാത നിയമങ്ങൾക്കെതിരെ ചെറുത്തുനിൽപ്പ് നടത്താൻ രാജ്യത്ത് ഐതിഹാസികമായ സമരങ്ങൾ പോലും നടക്കുന്ന ഒരു ഘട്ടം. ഏത് കാര്യങ്ങളാണെങ്കിലും, ഒരു കുട്ടികളുടെ പൊതുപരീക്ഷയാണെങ്കിൽ പോലും അതുപോലും കൃത്യമായി നടത്താനും അതിൽ കുട്ടികൾക്ക് വിശ്വസിക്കാനും കഴിയാത്തൊരു കാലഘട്ടം. ഇതിനൊക്കെതിരെയുള്ള ശക്തമായ ചെറുത്തുനിൽപ്പ് നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആണ് ഇന്ന് നമ്മൾ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത്. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജനാധിപത്യവും നമ്മുടെ മതേതരത്വവും സംരക്ഷിക്കാൻ നമ്മളൊക്കെ പ്രതിജ്ഞാബദ്ധരായി മാറേണ്ടതുണ്ട്. ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ അതിൽ നിന്ന് സോഷ്യലിസവും അതുപോലെ തന്നെ മതേതരത്വവും എടുത്തുകളയാൻ ബോധപൂർവമായും ഇന്ന് ഭരണകൂടം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ചൊല്ലുന്ന ദേശീയമായ മതേതരമായ ഗാനങ്ങളെ എങ്ങനെ വക്രീകരിക്കാം എന്നതിനെക്കുറിച്ച് ഭരണകൂടം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചരിത്രത്തിൽ അപനിർമ്മിതികൾ നടത്തിക്കൊണ്ട് പുതിയ തലമുറയെ ചില ചരിത്രത്തിൽ അപനിർമ്മിതികൾ നടത്തി ഒരു വക്രമായ ചരിത്രം നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാൻ. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.